ഫ്രണ്ട്സ്, നമുക്ക് അതിസാഹസികമായ ഒരു ചക്ക പറിക്കൽ കണ്ടാലോ? ചക്ക അങ്ങ് മുകളിലാണേ, പ്ലാവിൻ്റെ കുറേ മുകളിലാണേ. അത് അവിടെ നിന്ന് പറിച്ചിടുന്നത് കാണാം. എങ്ങനെയാണ് പറിക്കുന്നത് നമുക്ക് നോക്കാം. ചക്ക പ്ലാവിൻ്റെ പകുതിയിലാണ് നിൽക്കുന്നത് കേട്ടോ, ഉണ്ടായിരിക്കുന്നത്. കുറേ ചക്കയുണ്ട്. ഒരു തുടുപ്പിൽ തന്നെ 2, 3, 4 ചക്കയുണ്ട്. അത് താഴോട്ട് പറിച്ചിടുകയാണെങ്കിൽ അങ്ങ് താഴെ വരെ ചെല്ലും. ഞങ്ങളുടെ സ്ഥലം ഇങ്ങനെ താഴോട്ട് കുന്നുപോലെ താഴോട്ട് ഇറക്കമാണേ. അത് കാരണം ചക്കയൊക്കെ പറിച്ചിട്ട് അങ്ങ് താഴെ ചെന്നേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ചക്ക പറിക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരേണ്ടി വരും. ചിലപ്പം കാണുകയില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ഉരുണ്ടുരുണ്ടുരുണ്ടങ്ങ് പോവും. അതുകൊണ്ട് അങ്കിളൊരു പണി ചെയ്തിരിക്കുക, ചക്ക ഇറക്കുവാണ്. ഇങ്ങനെയാണ് ചക്ക ഇറക്കുന്ന പ്ലാവേന്നേ. പഴുത്ത ചക്കയൊക്കെ ഇങ്ങനെ ഇറക്കും. അപ്പം പഴുത്തതാണെങ്കിലും ചള്ളിപ്പോവല്ലോ, അപ്പോൾ അതൊക്കെ വന്ന് താഴെ വന്നിരുന്നോളും. അതിനാദ്യമായിട്ട് അതിൻ്റെ ചക്കയുടെ തുടുപ്പിൽ കയറ് കെട്ടിയിട്ട് പിന്നെ താഴെ ഇറങ്ങി കയറ് താഴെയുള്ള ഏതെങ്കിലും ഒരു മരത്തിൽ ബലമായിട്ട് കെട്ടി വെക്കും. കയറ് കണ്ട കെട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ മരത്തെ കയറി ചക്കയുടെ തുടുപ്പറക്കും. ചക്കയുടെ തുടുപ്പറക്കുവാണേ. അങ്ങനെ ചക്ക പറിക്കുവാണേ. ചക്ക പറിച്ചാലും താഴോട്ട് പോകുകയല്ല, കയറ് കെട്ടി നിർത്തിയിരിക്കുക. അപ്പുറത്തൂടെ കയറ് വലിഞ്ഞ് പ്ലാവിൻ്റെ അപ്പുറത്തൂടെ കയറ് വലിച്ചെടുത്ത് താഴെ കെട്ടിയിരിക്കുകയാണേ. ചക്ക കണ്ട അവിടെ നിൽക്കും, പോവുകയല്ല. അതാണ് അതിൻ്റെ മാജിക്ക്. ഇനിയും താഴെ ഇറങ്ങിയതിന് ശേഷം പതുക്കെ താഴത്തെ കെട്ടഴിച്ചിട്ട് കയറ് അയച്ചു കൊടുത്താൽ മതി. വലിയ കയറ് വേണം കേട്ടോ. കയറ് പതുക്കെ അയച്ചു കൊടുത്താൽ മതി. ചക്ക പതുക്കെ താഴെ വന്നിരുന്നോളും. കെട്ടുന്നതൊക്കെ മുറുക്കി കെട്ടണം കേട്ടോ. ഇതിൻ്റെ ഈ തുടുപ്പ് കെട്ടുമ്പോൾ, തുടുപ്പ കയറ് കെട്ടുമ്പോൾ അഴിഞ്ഞു പോയെന്നാൽ ചക്ക അങ്ങ് പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് നന്നായിട്ട് മുറുക്കി കെട്ടണം. അതിന് ശേഷം താഴെ ഇറങ്ങിയിട്ട് താഴെ മരത്തെ കെട്ടി വെച്ചിരിക്കുന്ന ആ തുമ്പ് അഴിച്ചിട്ട് പതുക്കെ അയച്ചു കൊടുത്താൽ മതിയേ കയറ്. അപ്പോൾ ചക്ക ഉണ്ടോ, കയറ് അയച്ചു കൊടുക്കുവാണേ. ചക്ക കണ്ടോ താഴോട്ട് വരും. ഉണ്ടോ, പഴുത്ത ചക്കയും പച്ചച്ചക്കയും ഒക്കെ ഇങ്ങനെ ഇറക്കാവേ. ഉണ്ടോ, ചക്ക താഴെ വന്നിരുന്നു. നല്ല എളുപ്പമാണേ. പറിച്ചിട്ട് കഴിഞ്ഞാൽ തെറിച്ച് പോകും. പിന്നെ എങ്ങോട്ടാ പോകുന്ന അറിയത്തില്ല. പിന്നെ അവിടെ ചെന്ന് എടുക്കണ്ടേ. ഇതാകുമ്പോൾ പ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെ ചക്ക ഇരിക്കും, ഒരു കുഴപ്പവും ഇല്ല. ചതഞ്ഞും പോകുകയില്ല, വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. ചിലപ്പം ചക്ക പറിച്ചാൽ പകുതി ചതഞ്ഞു പോകും. ഇതുണ്ടോ ഞങ്ങളുടെ പറമ്പ് കാണിക്കാം. ഇങ്ങനെ താഴോട്ട് കുഴിയാണേ. ഇതുണ്ടോ, താഴോട്ട് കുഴിയാണ്. ഉണ്ടോ, താഴോട്ട് ചെരിവാ. ഇവിടുന്ന് ചക്ക പറിച്ചിട്ട് അങ്ങ് താഴെ, ഇവിടുന്ന് നോക്കുന്നൊന്നും അല്ല, ഇതൊന്നും അല്ല. അങ്ങ് താഴോട്ട് ഇറങ്ങിയെന്നാൽ എന്തേരം ഉണ്ടെന്നറിയാം. ഇറങ്ങി അങ്ങ് പാതാളത്തോട്ട് പോകുന്ന പോലെയാണ്. അങ്ങ് പോകണം, അവിടെ ചെന്ന് എടുത്തോണ്ട് വരണം. അപ്പോൾ അതാ വിജയശ്രീലാൽ ഇതിനായിട്ട് അങ്കിൾ ചക്കയുമായി വരുന്നുണ്ട്. നന്നായിട്ട് വിളഞ്ഞ ചക്കയാണ് കേട്ടോ. ഇതങ്ങനെ ഞങ്ങൾ അതിസാഹസികമായിട്ട് അങ്കിളൊരു ചക്ക പറിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഒരു ഡാൻസ് കാണാം. ഡാൻസ് കളിക്കുന്നവരെ ശരിക്ക് കാണാൻ പറ്റുന്നില്ല, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ചെറുതേനീച്ചയാണ് കേട്ടോ. കണ്ടോ, വെയിലായപ്പോഴത്തേനെ ഇവിടെ ഒരു ചെറുതേനീച്ചയുടെ കൂടുണ്ടേ. വെയിലായപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി ഡാൻസ് കളിക്കുകയാണേ. തേനീച്ചകൾ ഇങ്ങനെ ഓട്ടം ചുറ്റി എന്നാന്നറിയത്തില്ല, എന്നാ പരിപാടിയെന്നറിയത്തില്ല. വെയിൽ കായുമായിരിക്കും മിക്കവാറും എന്ന് കരുതുന്നു. ചെറിയൊരു മൂളിച്ചുണ്ട് കേട്ടോ. ഈ ചെറുകടി ശബ്ദമാണേ. കണ്ടോ, നമ്മുടെ കയ്യിലൊക്കെ കയറിയിരിക്കും, ചെവിക്കകത്തൊക്കെ കയറും. അടുത്തോട്ട് ചെന്നാൽ മേത്തൊക്കെ കയറിയിരിക്കും, ചെവിക്കകത്ത് മൂക്കിനകത്തെല്ലാം കയറും. കുഞ്ഞ് ഈച്ചയാണ്, ചെറുതനുണ്ട്. എടുക്കാനൊന്നും പറ്റില്ല, ഈ തറയുടെ പൊത്തിനകത്തായിരിക്കുന്നത്. അതെങ്ങനെ എടുക്കാനാ? എന്നാ ഡാൻസ് ആണെന്നുണ്ട്. എല്ലാവരും കൂടെ കിടന്നുകൊണ്ട് വട്ടത്തിൽ കിടന്ന് ഡാൻസ് കളിക്കുവാണേ. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ, കുറേ പേരുണ്ട്. ചെറുതേനാണേ. ചെറുതേൻ നല്ലതാണ്, നല്ല ഔഷധമാണ്. പക്ഷേ എടുക്കാനൊന്നും പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഇതാ അവരുടെ വീട് കേട്ടോ. ഇതാണ് കൂട്. കണ്ടോ, ഇവിടെ ഭയങ്കര തിരക്കാണ്. കയറുന്ന ഇറങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഭയങ്കരമായി തിരക്കാണേ. ഞങ്ങളതിനെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്. ചിലപ്പോഴേ കയറുള്ളൂ. ഇതുണ്ടോ, പൊത്തിൽ തന്നെ കയറുള്ളൂ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ചിലർ കയറുന്നു ഇറങ്ങുന്നു, ഭയങ്കര തിരക്കാണ്. ചിലർ ഡാൻസ് കളിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആരും കാണുകയല്ല, എല്ലാവരും ഇതിനകത്ത് കയറിപ്പോകും. നമ്മളറിയാലേ, നമുക്കിപ്പോൾ നോക്കി നിൽക്കാൻ സമയമില്ലല്ലോ.
കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആരുമില്ല, എല്ലാവരും ഇപ്പോൾ ഇതിനകത്ത് കയറി കഴിയും. പിന്നെ അകത്തോട്ട് അറ ഉണ്ടായിരിക്കും കേട്ടോ, അറ പണിത് വെച്ചിട്ടുണ്ടായിരിക്കും തേനൊക്കെ ശേഖരിച്ച് വെക്കാനായിട്ടേ. ഈ ചക്ക വിളഞ്ഞിട്ടില്ല കേട്ടോ, അത് പൊട്ടിയൊക്കെയാണ്. ഇതൊക്കെ പറിക്കാൻ നല്ല എളുപ്പമാണ്, ചോട്ടി കിടക്കുന്നതായതുകൊണ്ട്. മുകളിലുള്ളത് പറിക്കാനാണ് ബുദ്ധിമുട്ട്. പറിച്ചിട്ട് കഴിഞ്ഞാൽ താഴോട്ട് കുഴിയിലേക്ക് പോകും, പിന്നെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.